ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരുങ്ങി കെട്ടി പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, അത് ഞാൻ വഴിയേ പറയാം കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഡിസംബർ 3-നായിരുന്നു കേട്ടോ. ഡിസംബർ 2 UAEയുടെ 54th നാഷണൽ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നേ. മിക്ക ആൾക്കാർക്കും ഓഫ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും കൺജസ്റ്റഡ് ആയിരുന്നു. നമ്മൾ റീൽസിലും കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കൺജസ്റ്റഡ് ആയ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല കേട്ടോ. എനിക്കും എൻ്റെ ഫ്ലൈറ്റ് പോകുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ട്, അവളോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഇവിടെ ഹലോ ഹലോ മാഡം, സോറി മാഡം, അല്ല മാഡം, ഒരു ചോദ്യം ചോദിക്കാനുണ്ട് മാഡം. ഈ കാണിച്ച ഷോ ഓഫ് നിങ്ങൾ അത്ര മൈൻഡ് ആക്കണ്ട കേട്ടോ. ഇത് ആക്ച്വലി ഞങ്ങൾ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല വ്യൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് ആക്ച്വലി ഇറങ്ങാറില്ല. ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് പോയിട്ട് പിന്നെ നൈറ്റാണ് വരാറുള്ളത്. അതായത് 2 മണി 3 മണിയാവുന്ന സമയത്താണ് വരാറുള്ളത് കേട്ടോ. ആ സമയത്തിന് പിന്നെ അത്ര ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല വ്യൂ ഉള്ളതുകൊണ്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പോകുന്നത് വേറെ എങ്ങോട്ടല്ല, അബുദാബിയിലേക്കാണ്. നമ്മൾ എണീച്ചിട്ടുള്ളത് തന്നെ 2:30 ഉച്ചയ്ക്ക് 2:30 എണീച്ചത്. അതിനുശേഷം പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. അതുവരെ ഞങ്ങൾ രണ്ടാളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കാരണം ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു പോകുന്ന വഴിയിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോലും നമ്മൾ പോകുന്ന വഴിയിൽ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം ഇതാ ഈ ഒരു പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഹൗസ് ഓഫ് ടീ ഒക്കെ കാണുന്നുണ്ട് ഉള്ളിൽ. നമ്മളെ മറ്റേ ഫുഡ് കോർട്ട് പോലെ കയറിയാലോ. പിസ്സ കാണും. വിശന്നിട്ടേ അങ്ങേ തലക്കിലെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടും നോക്ക് കഴിക്കാൻ. നമ്മളവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് റിസ്ക് എടുക്കാൻ നിന്നില്ല കേട്ടോ. നമ്മളൊരു ക്വാർട്ടർ പുലാവാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടാളും കൂടി അത് കഴിച്ചു. പക്ഷേ എന്തോ ഒരു മജ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളൊരു ക്ലബ് സാൻഡ്വിച്ചും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മന്തി ഞങ്ങൾ കംഫോർട്ടായില്ല. അതൊന്ന് ഇത് കഴിച്ചാൽ റാഹത്താവും. മന്തി എന്നുള്ളൊരു മൂഡില്ലേ. ഞങ്ങൾ രണ്ടാളുണ്ടല്ലോ അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കുന്ന ടീമാണ്. അതായത് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഴിക്കുക എന്നല്ല, നമ്മൾ വെറൈറ്റീസ് ഫുഡുകൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ടുപേർക്കും. അപ്പോൾ നമ്മൾ എവിടെ ആണെങ്കിലും അത് പോയി കഴിക്കാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് പെർ ഹെഡ് 10 ദിർഹംസേ വരുന്നുള്ളേ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ വേറൊരു വേർഷൻ, അതായത് ഒരുപാട് പവലിയനും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറാൻ പവലിയനിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അവിടെ കയറിയപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ഡാൻസാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും മനസ്സിലാവാത്തായിരിക്കും, ആൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആളോട് ചോദിക്കാതെ വിചാരിച്ചിട്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല, ഇതെന്ത് തേങ്ങയെന്ന് കേട്ടോ എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ചിലപ്പോൾ അവരുടെ ട്രഡീഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, നമുക്ക് മനസ്സിലാവാത്തത് നോക്കണ്ടെന്നാണ്. അവർ പ്രത്യേകിച്ച് എന്താണ് ഇതുപോലെ തന്നെ കേട്ടോ ഫുള്ള് ഡാൻസും. എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരി വരും. ഞാനൊക്കെ കുറേ ചിരിച്ചിട്ട് ഇത് കണ്ടിട്ട്. ഇത് കോമഡി അല്ല, അവരെന്തോ ഒരു സ്റ്റോറിയാണ് അതിൽ കൂടെ പറയണത്. സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളത് ഫുള്ളാക്കാൻ നിൽക്കാണ്ട് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ അതിനകത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് കോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെറൈറ്റീസ് ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആക്ച്വലി വരുന്ന വഴിയിൽ നല്ലോണം കഴിച്ചുകൊണ്ട് തന്നെ രണ്ടാൾക്കും വിശപ്പുണ്ടായിരുന്നില്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്തൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളവിടുത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഫയർ വർക്ക് ഉണ്ട്, 10 മണിക്കാണ് ഫയർ വർക്ക് നടക്കുക, അപ്പോൾ അത് കണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അതുവരെ ഒന്ന് കുറച്ച് നേരം അതിൽ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം നടക്കുന്നു. പക്ഷേ എനിക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. നിങ്ങൾ ഈ പാട്ടൊന്ന് കേട്ട് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. صاب الزمن صوب علقني
ഈ സോങ് ഉണ്ടായിരുന്നത് ഈ എം എൻ പവലിയയിലായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളത് കുറേ നേരം നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. എനിക്കിൻ്റെ ഫാൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഭയങ്കര അഹങ്കാരം. എനിക്ക് ഫാൻസ് ഉണ്ടായിട്ട് മറ്റേ നല്ല നല്ല കടച്ചായയും അതുപോലെ തന്നെ എന്താണ് നല്ല പഴംപൊരിയും ബീഫും, അതും പച്ചമാങ്ങ റെസ്റ്റോറൻറ്റിൽ കേട്ടോ. ആളുവാ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഫുഡ് കഴിച്ചിരുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്നൊരു സൗണ്ട് കേട്ടത്. അപ്പോൾ നോക്കിയപ്പോൾ ഡ്രോൺ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതൊരു 5 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു. ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല, കഴിയുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ മുകളിലേക്ക് നോക്കിയിരുന്നിട്ട് ഫോണിങ്ങനെ പിടിക്കാൻ മടിയാണ് ഗൈസ്. അപ്പോൾ ഇനി കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫയർ വർക്കാണേ. ആക്ച്വലി ഇങ്ങനൊരു സംഭവം ഉള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അറിയണത്. അതായത് അബുദാബിയിൽ ഇത് കുറേ വർഷങ്ങളായി ഇത്ര ഉണ്ടായിട്ട് അറിയാൻ വൈകിപ്പോയതുകൊണ്ടാണ്. ഞങ്ങൾ ആക്ച്വലി അതുവഴി ഇങ്ങനെ നടക്കുന്ന സമയത്തെ ഒരു ഇക്കാക്ക വന്നിട്ട് ഇക്കാൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ടെങ്കിൽ നമ്മളെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയതായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ല ആൾക്കാർ അതിലുള്ള എല്ലാവരും നമുക്ക് ഫുഡൊക്കെ മേടിച്ചു തന്നു കേട്ടോ. അതായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡ്രോൺ ഷോ ഒക്കെ കണ്ടിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഡ്രോൺ ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവമുള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഇങ്ങനെ ഒരു ഈ മറ്റേ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ അവിടെ ഉണ്ട് എന്നുള്ള, മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല, സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം കാണാൻ. പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു ഫയർ വർക്ക് ഉണ്ട്. അത് ഞാൻ എന്താണ് വോയിസ് ഒന്നും കട്ടാക്കിയിട്ടില്ല. അത് ഞാൻ ഫുള്ളായിട്ട് അതിലിടുന്നുണ്ട് കേട്ടോ.
നമ്മൾ ഈ ഫയർ വർക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളിതിന് മുകളിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഫയർ വർക്ക് കാണാൻ ഒന്നുകൂടെ ബെറ്ററായിട്ട് അവിടെ ഇരുന്നാൽ നല്ലപോലെ കാണാൻ പറഞ്ഞിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. റാത്തല്ലേ അത് കേട്ടാ മതി ഇൻഷാല്ലാ. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പച്ചമണ്ണ. ഇത് ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ. ആളെന്തോ കുക്ക് ചെയ്യുന്നതാണ്, എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് മിക്ക സ്ഥലങ്ങളിലും മ്യൂസിക് ഉണ്ട് കേട്ടോ. മ്യൂസിക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ ഇതുപോലത്തെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പോയിട്ട് ഇരിക്കാൻ ഒരു താല്പര്യമില്ല കേട്ടോ. ഇന്ന് പക്ഷേ കൺജസ്റ്റഡ് ഒന്നുമല്ല, പക്ഷെ കുറേ ആൾക്കാരുള്ള സ്ഥലത്തൊന്നും പോയിരിക്കണേനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ കാമായിട്ട് കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ തന്നെ ഞങ്ങൾ ദുബായിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിൽ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡേ വൈൻഡപ്പ് ചെയ്യണത് ഈ ഒരു ചായ വെച്ചിട്ടാണ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ റൂമിൻ്റെ അടുത്തെത്താനായിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു പാർക്കിങ്ങിൻ്റെ അടുത്ത് നിന്നുള്ളൊരു വീഡിയോ. ആ പാർക്കിങ്ങിൻ്റെ പുറത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇതുണ്ടല്ലോ ആസിഫ് അലിൻ്റെ മൂവി ഉണ്ടല്ലോ സർക്കിട്ട്, അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ. പക്ഷേ ആ മൂവിയിൽ പകലാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.